ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുരളി ഗോപിയുടെ തിരക്കഥയിൽ GN കൃഷ്ണകുമാർ സംവിധാനം ചെയ്ത് തമിഴിലും മലയാളത്തിലുമായി ജൂൺ 25-ന് തിയേറ്ററിലെത്തിയ സിനിമയാണ് അനന്തങ്കാട്. ചിത്രം ആദ്യ ചൊവ്വാഴ്ച കൂടിയ 6-ാം ദിവസത്തിലേക്കാണ് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള ഈ സിനിമയുടെ 5 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിൽ ഇന്നലെ ഈ സിനിമ കളക്ട് ചെയ്തത് 17 ലക്ഷം രൂപയാണ്. അങ്ങനെ 5 ദിവസം കൊണ്ട് കേരളത്തിൽ 1,71,00,000 കളക്ട് ചെയ്ത ഈ സിനിമ തമിഴ്നാട്ടിൽ 5 ദിവസം കൊണ്ട് 1,35,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. കർണാടകയിൽ 6,50,000 കളക്ട് ചെയ്ത ഈ സിനിമ വിവിധ സംസ്ഥാനങ്ങളിലായി 32,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ഗ്രോസായി അങ്ങനെ 5 ദിവസം കൊണ്ട് 3,13,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി ആദ്യ 5 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത് 3,83,00,000 രൂപയാണ്. സിനിമ ഇന്ത്യയിൽ മലയാളം പതിപ്പിൽ നിന്ന് 1,81,00,000 രൂപയും തമിഴ് പതിപ്പിൽ നിന്ന് 1,32,00,000 രൂപയുമാണ് നേടിയെടുത്തിട്ടുള്ളത്. ജൂൺ 26 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് വെൽക്കം ടു ദി ജംഗിൾ. അക്ഷയ് കുമാർ, സുനിൽ ഷെട്ടി, ദിഷ പട്ടാണി എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ അഹമ്മദ് ഖാനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള ആദ്യ 4 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സൗത്ത് ഇന്ത്യയിൽ കർണാടകയിലാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ ഈ സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. 5,34,00,000 രൂപയാണ് കർണാടക കളക്ഷൻ. തെലങ്കാനയിൽ 2,84,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ആന്ധ്രയിൽ 31 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. സിനിമയ്ക്ക് കേരളത്തിൽ 16 ലക്ഷം രൂപയാണ് 4 ദിവസം കൊണ്ട് നേടിയെടുക്കാനായിട്ടുള്ളത്. ടോട്ടൽ ഇന്ത്യൻ ഗ്രോസായി ആദ്യ 4 ദിവസം കൊണ്ട് സിനിമ നേടിയെടുത്തിരിക്കുന്നത് 87,12,00,000 രൂപയാണ്. വിദേശത്ത് $2.07 മില്യൺ, അതായത് 19,63,00,000 രൂപ സ്വന്തമാക്കി. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് 106,75,00,000 രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. 120 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയ്ക്ക് വേൾഡ് വൈഡ് ഷെയറായി കിട്ടിയിരിക്കുന്നത് 50,58,00,000 രൂപയാണ്. ഇന്ത്യൻ ഷെയറായി 41,08,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. 80 കോടിക്ക് തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ട ഈ സിനിമയ്ക്ക് തിയേറ്ററിക്കൽ റിക്കവറി 4 ദിവസം കൊണ്ട് തന്നെ 63% മറികടന്നിട്ടുണ്ട്. ചിദംബരം സംവിധാനം ചെയ്ത് ജൂൺ 19-ന് തിയേറ്ററിലെത്തി ഹെവി പോസിറ്റീവ് പറയാൻ നേടുന്ന മലയാള സിനിമയാണ് ബാലൻ. രണ്ടാമത്തെ ചൊവ്വാഴ്ച കൂടിയ 12-ാം ദിവസത്തിലേക്കാണ് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. അതേസമയം 11-ാം ദിവസം ഇന്നലെ തിങ്കളാഴ്ച വിചാരിച്ചൊരു കളക്ഷൻ സിനിമയ്ക്ക് കേരളത്തിൽ നേടിയെടുക്കാനായിട്ടില്ല. ഇന്നലെ 44 ലക്ഷം രൂപ മാത്രമാണ് ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത്. അങ്ങനെ 11 ദിവസം കൊണ്ട് കേരളത്തിൽ 14,46,00,000 രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് 29,50,00,000 റേഞ്ചിലുമാണ്. ജൂൺ 19-ന് തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടുന്ന മറ്റൊരു മലയാള സിനിമയാണ് ചിന്ന ചിന്ന ആസൈ. വർഷ വാസുദേവ് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഇന്ദ്രൻസ്, മധുബാല, അപർണ ബാലമുരളി എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 7 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 11 ദിവസം കൊണ്ട് കേരള കളക്ഷനായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 1,68,00,000 രൂപയാണ്. കർണാടകയിൽ നിന്ന് 11,50,000 കളക്ട് ചെയ്ത ഈ സിനിമ തമിഴ്നാട്ടിൽ നിന്ന് 8,50,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ഗ്രോസായി 1,88,00,000 രൂപയാണ് ഇന്നലെ വരെ ഈ സിനിമ സ്വന്തമാക്കിയത്. വിദേശത്ത് 14 ലക്ഷം ഉൾപ്പെടെ ആദ്യ 11 ദിവസം കൊണ്ട് 2,02,00,000 രൂപയാണ് ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിരിക്കുന്നത്. ജൂൺ 26-ന് തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഉയർ. M. പത്മകുമാർ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ റോഷൻ മാത്യു, ബൈജു, ശ്രുതി മേനോൻ, അതുല്യ ചന്ദ്ര എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമ 4-ാം ദിവസം ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 14 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് കേരളത്തിൽ 96,60,000 രൂപയാണ് സിനിമ നേടിയെടുത്തിട്ടുള്ളത്. കർണാടകയിൽ നിന്ന് 5,50,000 രൂപയും തമിഴ്നാട്ടിൽ 1,70,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. വിദേശത്ത് സിനിമ നേടിയെടുത്തിരിക്കുന്നത് 9,32,00,000 രൂപയാണ്. നിലവിൽ ആദ്യ 4 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 1,24,00,000 രൂപയാണ് ഉയർ നേടിയെടുത്തിരിക്കുന്നത്. ജൂൺ 26 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി പോസിറ്റീവ് പറയാൻ നേടുന്ന തമിഴ് സിനിമയാണ് കോൺ സിറ്റി. ഹരീഷ് ദുരൈരാജ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അർജുൻ ദാസ്, അന്നാബൻ, യോഗി ബാബു, വടിവിക്കുരശ് എന്നിവരാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമ ഇന്നലെ തിങ്കൾ വരെയുള്ള 4 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത് 3,06,000 രൂപയാണ്. തമിഴ്നാട്ടിൽ 4 ദിവസം കൊണ്ട് 3,72,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യൻ ഗ്രോസായി 4 ദിവസം കൊണ്ട് 4,01,00,000 രൂപയാണ് കോൺ സിറ്റി സ്വന്തമാക്കിയത്. 4 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് 4,56,00,000 രൂപയുമാണ്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുമ്പോൾ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.